ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു അയില തേങ്ങ വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. അത് അതിലേക്ക് 2 ചെറിയ തക്കാളി, 2 പച്ചമുളക്, ഒരു അരക്കഷ്ണം സവോള, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഇടുന്നത്. പുളി കുറച്ചേ ഇടുന്നുള്ളൂ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക, സ്പൂണ് ഉപ്പ്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് വഴറ്റിയെടുക്കാം. വഴറ്റാൻ വെച്ച സാധനങ്ങളൊക്കെ വഴണ്ടി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മാറ്റി വെക്കാം. ഇനി ഇതേ ചീഞ്ചട്ടിയിലേക്ക് നമുക്ക് തേങ്ങ വറുക്കാം. ഇതിലേക്കുള്ള തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല, ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത്. തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് നല്ലോണം മൂത്ത് വരട്ടെ. നമ്മുടെ തേങ്ങയെല്ലാം ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. വഴറ്റാനിട്ടിരുന്ന സാധനങ്ങളെല്ലാം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും കൂടി ചേർക്കുക. ഇനി ഇത് നല്ലോണം അടിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് മീൻ മസാലപ്പൊടി ഇട്ടിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ചട്ടിയിലേക്ക് മൂപ്പിച്ച് വെച്ച പൊടികളെല്ലാം ഇട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീനിട്ട് കൊടുത്ത് മിക്സാക്കി അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വന്നതിൻ്റെ അപ്പോഴേക്കും നമ്മൾ തേങ്ങയും ഉള്ളി വഴറ്റിയതെല്ലാം കൂടി ചേർത്ത് അരച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കണം. ഇനി അതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒഴിക്കുക. ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. എന്നിട്ട് ഈ അരപ്പ് കിടന്നിട്ടാണ് മീൻ നല്ലോണം വെന്ത് വരിക. ഈ കറിയിലേക്ക് നമ്മൾ വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ടുകൊണ്ട് ഇതുവരെ ഉപ്പിട്ടില്ലായിരുന്നു. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി വേണം. അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇത് അടച്ച് വെച്ച് നല്ലോണം വേവിച്ചെടുക്കാം. മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് പച്ച വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വെക്കാറില്ലെങ്കിൽ ഒന്നിങ്ങനെ വെച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.